രാവിലെ ദേവ കല്ലുവിനെ കൊണ്ട് ആദിയുടെ അടുത്താക്കി. കോളേജ് അവധിയായതുകൊണ്ട് എല്ലാവരും കൂടെ കറങ്ങാൻ പോകാനുള്ള പ്ലാനാണ്. ദേവയ്ക്ക് വേറെ എങ്ങോട്ടോ പോകാനുള്ളത് കൊണ്ട് അവരെ എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് അവൻ പോയി. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് കല്ലുമ്മ പോകുന്നത്? ബസ് സ്റ്റോപ്പിൽ നിന്ന് മൂന്നും കൂടെ ചർച്ച തുടങ്ങി. എവിടെ വേണേലും പോകാം, എനിക്ക് നിങ്ങളോടൊരു കാര്യം സംസാരിക്കാനുണ്ട്, കല്ലു പറഞ്ഞു. അപ്പോഴേക്കും അജു അങ്ങോട്ട് വന്നു. അവനെ കണ്ടതും കല്ലു വേഗം അവന്റെ അടുത്തേക്ക് പോയി. ദേവ കല്ലുവിനെ ബസ് സ്റ്റോപ്പിലാണ് കൊണ്ടാക്കിയത്. ആദിയുടെയോ ദേവുവിൻ്റെയോ വീട്ടിലാക്കാമെന്ന് പറഞ്ഞപ്പോൾ കല്ലു ആണ് പറഞ്ഞത് ബസ് സ്റ്റോപ്പിലാക്കിയാൽ മതിയെന്ന്. പിന്നെ ആദി വരുന്നത് വരെ അവൻ കൂടെ നിന്നു. പിന്നെയാണ് പോയത്. ഏട്ടാ, അവൻ അവളുടെ തലയിൽ തലോടി. ഏട്ടാ, വീട്ടിലന്ന് എന്താ ഉണ്ടായത്? എന്തിനാ അമ്മ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇറങ്ങിപ്പോക്ക് തീരുമാനിച്ചത്? കല്ലു അതായിരുന്നു ആദ്യം ചോദിച്ചത്. മോളെ, അത് അവൻ പറയാൻ തുടങ്ങിയതും കല്ലുവിൻ്റെ ഫോൺ റിങ് ചെയ്തു. ഹലോ ദേവേട്ടാ. ദേവയുടെ കോളായിരുന്നു കല്ലുവിന് വന്നത്. ഇത് ദേവയല്ല, ഞാൻ സൂര്യയുടെ ഫ്രണ്ടാണ്. കല്ലു ഒന്ന് സംശയിച്ചു. ദേവേട്ടൻ എവിടെ? ദേവൻ ഹോസ്പിറ്റലിലാണ്. വന്ന വഴിക്ക് ബൈക്ക് സ്ലിപ്പായി. പേടിക്കാനൊന്നുമില്ല. തന്നോടൊന്ന് കോളേജിൽ പോയി അവിടെ ഏതോ ജിതിൻ സാർ ഒരു സർട്ടിഫിക്കറ്റ് തരും, അത് വാങ്ങാൻ പറഞ്ഞു. നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണ്? ഞാൻ അങ്ങോട്ട് വരാം. ഏട്ടനെ കാണണം. ഡോ, അവന് വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ഒരു 2 മണിക്കൂർ കൂടെ ആകുമ്പോൾ അങ്ങ് വീട്ടിലെത്തും. ആ സാർ എങ്ങോട്ടോ പോവാ, ഒരാഴ്ച ലീവാണ്. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും സാർ പോകും. താൻ അവിടെ അടുത്ത് എവിടെയോ ഉണ്ടെന്ന് ഇവൻ പറഞ്ഞു. ആ സർട്ടിഫിക്കറ്റ് അവന് അത്യാവശ്യമാണ്. അതാ തന്നോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞത്. ശരി, ഞാൻ പോയി വാങ്ങിച്ചോളാം. കല്ലു അതും പറഞ്ഞു കോൾ കട്ടാക്കി. എന്താ മോളെ, എന്തു പറ്റി? ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞു, അജി ചോദിച്ചു. അത് ദേവേട്ടൻ ഹോസ്പിറ്റലിലാണ്. ബൈക്കൊന്ന് സ്ലിപ്പായി. പേടിക്കാൻ ഒന്നുമില്ല. നമ്മുടെ ജിതിൻ സാറിന്റെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാനുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ എന്നോട് കോളേജിൽ പോകാൻ പറഞ്ഞു. കല്ലു അവരോട് എല്ലാവരോടുമായി പറഞ്ഞു. അത് നാളെ ആയാലും വാങ്ങാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോണ്ടേ? ദേവു ചോദിച്ചു. ഏയ്, ഹോസ്പിറ്റലിൽ പോകണ്ട, അവർ കുറച്ചുകൂടെ കഴിഞ്ഞ് ഇറങ്ങും. പക്ഷേ അവർ അവിടെ നിന്ന് കോളേജിൽ എത്തുമ്പോൾ സാർ പോകും. അതിനു മുന്നേ എനിക്ക് കോളേജിൽ എത്തണം, കല്ലു പറഞ്ഞു. അല്ല, ആരാ വിളിച്ചത്? ആദി ചോദിച്ചു. ഏട്ടൻ്റെ ഏതോ ഫ്രണ്ടാണ്, കല്ലു പറഞ്ഞു. തൽക്കാലം നമുക്ക് ഇന്നത്തെ പരിപാടികൾ മാറ്റിവെക്കാം, അല്ലെങ്കിൽ കോളേജിൽ പോയിട്ട് മാളിൽ പോകാം, ആദി പറഞ്ഞു. ഏയ്, അത് വേണ്ട. ഒരു കാര്യം ചെയ്, നിങ്ങൾ രണ്ടും കൂടെ ഏട്ടൻ്റെ കൂടെ മാളിലേക്ക് വിട്ടോ. ഞാൻ അത് വാങ്ങിയിട്ട് അങ്ങോട്ട് വരാം. ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചു പോകാം, കല്ലു പറഞ്ഞു. അവർക്കും അത് നല്ലതായി തോന്നി. ഞാൻ നിന്നെ കോളേജിലാക്കാം, അല്ലെങ്കിൽ ഞാൻ കൂടെ വരാം, അജു പറഞ്ഞു. വേണ്ട ഏട്ടാ, അത് ലേറ്റാകും. നിങ്ങൾ അവിടെ എത്തി ഒന്ന് ചുറ്റുമ്പോഴേക്കും ഞാൻ എത്തും. നിങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോ. ദേ, ഒരു ഓട്ടോ വരുന്നുണ്ട്, കല്ലു അവരോട് പറഞ്ഞിട്ട് വന്ന ഓട്ടോയ്ക്ക് കൈ കാണിച്ചു. നിങ്ങൾ കയറിക്കോ, നമുക്കവിടെ വെയിറ്റ് ചെയ്യാം, അജു പറഞ്ഞു. ദേവുവും ആദിയും പരസ്പരം നോക്കി. പിന്നെ ആദി തന്നെ ആദ്യം കയറി, പിന്നാലെ ദേവുവും. ശ്രാവൺ, അവൻ കോളേജിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? ലല്ലു വിളിച്ചു ചോദിച്ചു. ഉണ്ട് സാർ, കോളേജിലേക്ക് പോയിട്ട് തിരിച്ചു പുറത്ത് വന്നു നിൽപ്പുണ്ട്. സാർ എപ്പോൾ വരും? ശ്രാവൺ കോളേജിൻ്റെ സൈഡിൽ ജിതിനെ ഫോളോ ചെയ്ത് വന്നതാണ്. ഞാനൊരു 10-15 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും. അവൻ്റെ ഓരോ മൂവ്മെൻറ്റ്സും ചെക്ക് ചെയ്യണം, ലല്ലു ഗൗരവത്തിൽ പറഞ്ഞു. യെസ് സാർ, അവൻ ആരെയോ വെയിറ്റ് ചെയ്യുവാന്ന് തോന്നുന്നു. സാർ പോയ കാര്യം എന്തായി? ഞാൻ വരാൻ അല്പം ലേറ്റായാലും നീ അവനെ ഫോളോ ചെയ്യണം. പക്ഷേ അവനെ അറിയരുത്, സൂത്രക്കാരനാണ് അവൻ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. DGPക്ക് എന്നെ ഇപ്പോൾ കണ്ടില്ലെങ്കിൽ ഉറക്കം വരൂല എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി കുറേ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞു. പിന്നെ ഈ സൈക്കോയെ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞായിരുന്നു അങ്ങേരുടെ ഡയലോഗ് മുഴുവൻ. പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല. അങ്ങേർക്ക് കൂടെയുള്ള പൊങ്കാലയാണല്ലോ ഞാൻ റെഡിയാക്കുന്നത്, ലല്ലു പറഞ്ഞു. സാർ, ഒരു പെൺകുട്ടി ഓട്ടോയിൽ വന്നിറങ്ങി അവനോട് സംസാരിക്കുന്നുണ്ട്, ശ്രാവൺ പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ, താൻ ലൊക്കേഷൻ ഓണാക്കി ഫോൺ വയ്ക്ക്, ഞാൻ പെട്ടെന്ന് എത്താം, ലല്ലു പറഞ്ഞു കാൾ കട്ടാക്കി. കല്ലു കോളേജിൽ മുന്നിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ജിതിൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് സാർ, കല്ലു ചിരിയോടെ പറഞ്ഞു. അവനും തിരിച്ചു വിഷ് ചെയ്തു. സാർ, ഏട്ടൻ വിളിച്ചു പറഞ്ഞു, സർട്ടിഫിക്കറ്റ്, കല്ലു പറഞ്ഞു. ആ, സൂര്യദേവ് ഇയാളുടെ ആരാ? ലവറാണോ? ചെറു ചിരിയോടെ ചോദിച്ചു. ഏയ് അല്ല സാർ, എൻ്റെ കസിനാണ്, അവൾ ചിരിയോടെ പറഞ്ഞു. ആ ഓക്കെ, ദാ സർട്ടിഫിക്കറ്റ് നോക്കിക്കോളൂ. ഞാൻ ഇനി ഒരാഴ്ച ലീവാടോ, അതാ പെട്ടെന്ന് വന്ന് വാങ്ങാൻ പറഞ്ഞത്, സൂര്യയോട്. അവനൊരു ഫയൽ അവൾക്ക് നേരെ നീട്ടി പറഞ്ഞു. ഏട്ടൻ ഇങ്ങോട്ട് വരുമ്പോഴായിരുന്നു ആക്സിഡൻറ്റ്, അതാ ഞാൻ വന്നത്, അവൾ ആ സർട്ടിഫിക്കറ്റ് നോക്കിക്കൊണ്ട് പറഞ്ഞു. സാർ, ദേ ഇത് ഏട്ടൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല, ഇത് ഏതോ മീനാക്ഷിയുടെയാണ്, അവൾ അവന് നേരെ സർട്ടിഫിക്കറ്റ് നീട്ടി പറഞ്ഞു. അയ്യോ സോറിടാ, പെട്ടെന്ന് എടുത്തു വന്നപ്പോൾ മാറിപ്പോയതാണ്. എനിക്ക് എയർപോർട്ടിലേക്ക് പോകാൻ ടൈമായല്ലോ, ജിതിൻ
തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇനിയിപ്പോൾ എന്തു ചെയ്യും സാർ? കല്ലു അവനെ നോക്കി ചോദിച്ചു. ഡോ, ഞാൻ എയർപോർട്ടിൽ പോകുന്ന വഴിക്കാണ് എൻ്റെ വീട്. താൻ എൻ്റെ ഒപ്പം വന്നാൽ ഞാനത് എടുത്തു തരാം. എന്നിട്ട് ബസ് സ്റ്റോപ്പിലാക്കാം. തിരിച്ച് ഇങ്ങോട്ടാക്കാൻ ടൈമില്ല. കല്ലു ഒന്ന് ആലോചിച്ചു. ജിതിൻ്റെ കണ്ണുകൾ അവളുടെ താടിക്കും കവിളിനിടയിലുള്ള ആ മറുകിലേക്ക് നീണ്ടു. ശരി സാർ, ഞാൻ കൂടെ വരാം. ജിതിൻ പുഞ്ചിരിച്ചുകൊണ്ട് കാറിൻ്റെ ഡോർ അവൾക്കായി തുറന്നു കൊടുത്തു. അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ ക്രൂരമായ പുഞ്ചിരി അവൾ അറിഞ്ഞില്ല. ഇരയെ കിട്ടിയ സന്തോഷത്തിൽ അവൻ കാറിലേക്ക് കയറി. കാറിലേക്ക് കയറിയപ്പോൾ മുതൽ കല്ലുവിൻ്റെ ഫോൺ ടവർ പിടിക്കുന്നില്ല. എന്തു പറ്റിയോടോ? കുറേ നേരമായല്ലോ ഫോണിൽ നോക്കിയിരിക്കുന്നു, ജിതൻ കാഷ്വലായിട്ട് ചോദിച്ചു. ഞാൻ സാറിൻ്റെ കൂടെ ആണെന്ന് ഫ്രണ്ട്സിനെ ഒന്ന് വിളിച്ചു പറയാൻ നോക്കിയിട്ട് ടവർ കണക്റ്റ് ആകുന്നില്ല സാർ, കല്ലു പറഞ്ഞു. അതിനെന്താടോ, എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു പറയ്, ജിതൻ പറഞ്ഞു. ഏയ് വേണ്ട സാർ, കുഴപ്പമില്ല. ഒരുപാട് ദൂരമുണ്ടോ സാർ വീട്ടിലേക്ക്? കല്ല് ചോദിച്ചു. കുറച്ച് ദൂരം കൂടെ ഉണ്ടടോ. പിന്നെ രണ്ടുപേരും ഒന്നും സംസാരിക്കാൻ നിന്നില്ല. കുറച്ചു കഴിഞ്ഞ് കല്ലു ചെറുതായിട്ടൊന്ന് ചുമച്ചു. ഡോ, വെള്ളം കുടിക്ക്. അവനൊരു ബോട്ടിൽ അവൾക്ക് നേരെ നീട്ടി. കല്ല് വാങ്ങി കുടിച്ചു. അതുകൂടെ ആയതും ജിതൻ അവൻ്റെ പ്ലാൻ വിജയിച്ചതിൽ സന്തോഷിച്ചു. ശ്രാവൺ, അവർ എവിടെ എത്തി? കല്ല് ചോദിച്ചു. സാർ, അവർ എയർപോർട്ട് റോഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്, ശ്രാവൺ പറഞ്ഞു. ഗുഡ്, താൻ ഫോളോ ചെയ്. ഞാൻ ഷോർട്ട് കട്ട് വഴി എയർപോർട്ട് റോഡിൽ കയറാം. അല്ലടോ, ഇവൻ ആ വഴിക്ക് വല്ല വീടോ ഗസ്റ്റ് ഹൗസോ അങ്ങനെ എന്തെങ്കിലും? ലല്ലി ചോദിച്ചു. സാർ, റാംസാറിൻ്റെ ഭാര്യ വീട് അവിടെ എവിടെയോ ആണ്. പക്ഷേ അവിടെ എങ്ങനെ ഇവൻ? അവൻ സംശയത്തിൽ ചോദിച്ചു. നോക്കാം, താൻ ഫോളോ ചെയ്യ്. അവർ മിസ്സാകരുത്, ലല്ലു ഗൗരവത്തിൽ പറഞ്ഞു. കുറച്ചു ദൂരം യാത്ര കഴിഞ്ഞതും വലിയ ഒരു ബ്ലോക്ക് വന്നു. ശ്രാവൺ ബ്ലോക്കിൽപ്പെട്ട് കല്ലുവിനെ കൊണ്ട് ജിതിൻ പോവുകയും ചെയ്തു. ശ്രാവൺ കുറേ ശ്രമിച്ചുവെങ്കിലും കണ്ടില്ല പിന്നെ അവരെ. അവൻ വേഗം തന്നെ ലല്ലുവിനെ വിളിച്ച് വിവരം പറഞ്ഞു. ഛേ, ഷിറ്റ്, ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇതുവരെയുള്ള നമ്മുടെ അന്വേഷണവും കഷ്ടപ്പാടും കണ്ടുപിടുത്തവും ഓട്ടവും ഒക്കെ വെറുതെയാകും, ലല്ലു ദേഷ്യത്തിലും സങ്കടത്തിലും പറഞ്ഞു. സാർ, നമുക്ക് ആ ഗസ്റ്റ് ഹൗസ് വരെ ഒന്ന് പോയാലോ? പോണം, താൻ പെട്ടെന്ന് വാ. ഞാനിവിടെ അടുത്തുണ്ട്, ഒരുമിച്ച് പോകാം. ലല്ലു അത്രയും പറഞ്ഞ് കോൾ കട്ടാക്കി. അധികം വൈകാതെ തന്നെ ലല്ലുവിൻ്റെ അടുത്തേക്ക് ശ്രാവൺ എത്തിയിരുന്നു. ഇനി എന്താ സാർ പ്ലാൻ? ശ്രാവൺ സങ്കടത്തിൽ ചോദിച്ചു. ഇനി നമ്മൾ അവൻ്റെ അടുത്തേക്ക് പോകുന്നു, അത്രേയുള്ളൂ. ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ട ഞാൻ അവൻ്റെ കാറിൽ ഒരു GPS വെച്ചത്. അതിപ്പോൾ ഉപകാരമായിട്ട് വന്നു. താൻ കയറ്, നമുക്ക് പോകാം, ലല്ലു ചിരിയോടെ പറഞ്ഞു. സാർ, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. അവിടെ എത്താൻ കുറച്ച് ടൈമുണ്ട്, അതുവരെ ഉത്തരം പറയാം, ലല്ലു പുഞ്ചിരിയോടെ പറഞ്ഞു. സാർ, അന്നെങ്ങനെ ആ CCTV വിഷ്വൽസ്, അതുപോലെ ആ മെഡിസിൻ ബോട്ടിൽ, അയാളുടെ ഈ സ്വഭാവ വൈകൃതം ഒക്കെ പെട്ടെന്ന് കണ്ടുപിടിച്ചു? ശ്രാവൺ അവൻ്റെ ഉള്ളിലെ സംശയം ഒക്കെ ചോദിച്ചു. പറയാം. രണ്ടാമത്തെ ചോദ്യം, ആ വിഷ്വൽസ്. അത് അന്ന് ഞാൻ വൈകുന്നേരം അവിടെ വീണ്ടും പോയി. അപ്പോൾ ആ വീട്ടിൽ ആളുണ്ടായിരുന്നു. ഞാൻ ഈ ജിതനോട് സംസാരിച്ചിരുന്നു. ആളിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ക്രൈം നടന്ന സ്പോട്ട് ഇതായതുകൊണ്ട് എനിക്ക് ഈ CCTV വിഷ്വൽസ് ഒന്ന് നോക്കണമെന്ന്. സമ്മതിച്ചു, എനിക്ക് വിഷ്വൽസ് കാണിച്ചു. അതിൽ നമ്മൾ വന്ന സമയം ഉള്ള ദൃശ്യം മാത്രമുണ്ട്, ബാക്കിയില്ല. അതിന് അയാൾ എന്നോടൊരു കാരണം പറഞ്ഞു. ഹാക്ക് ചെയ്തതാകാം സാർ. അവൻ്റെ ആ വിഷ്വൽസ് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഞാൻ തിരയുന്നത് അവനെ തന്നെയാണെന്ന്. പിന്നെ അവൻ്റെ മുഖത്ത് എന്നെ പെട്ടെന്ന് കണ്ടപ്പോഴുള്ള പതർച്ച. മെഡിസിൻ്റെ ബോട്ടിൽ അവിടെ വേസ്റ്റ് ബോക്സിൽ നിന്ന് ഞാൻ എടുത്തതായിരുന്നു. പിന്നെ അവൻ്റെ പാസ്റ്റ് ഞാൻ അറിഞ്ഞത് അവൻ്റെ ഡയറി, അവൻ എനിക്കൊരു ജ്യൂസ് എടുക്കാൻ പോയ നേരം എൻ്റെ കണ്ണിൽപ്പെട്ടത്. ആ ഡയറിയിലെ കാര്യങ്ങളും അവൻ വളർന്ന സാഹചര്യം ഒക്കെ വെച്ച് ഞാൻ അവനെ സംശയിച്ചു. അതുകൊണ്ടാണ് ഇന്നലെ നൈറ്റ് താൻ വന്നു പോയ ശേഷം അവൻ്റെ കാറിൽ GPS വെച്ചത്. ലല്ലു പറഞ്ഞു നിർത്തിയപ്പോൾ ശ്രാവൺ കിളി പറന്ന് ലല്ലുവിനെ നോക്കിയിരിപ്പാണ്. ഒരു പോലീസുകാരൻ ചിലപ്പോഴൊക്കെ ഒരു കള്ളനായി മാറേണ്ടി വരും. അങ്ങനെ വേണ്ടി വന്നാൽ മാറണം, എങ്കിലേ സത്യം ജയിക്കൂ, ലല്ലു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സത്യത്തിൽ ലല്ലുവിൻ്റെ ഉള്ളിൽ കുറച്ച് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടെൻഷൻ കുറവായിരുന്നു. എന്നാൽ ശ്രാവൺ ഫുൾ ടെൻഷനിലാണ്. കല്ലു ബോധം മറിഞ്ഞു വീണിട്ട് കുറച്ച് സമയമായി. ജിതൻ അവളെയും കൊണ്ട് നേരെ പോയത് അവരുടെ അടച്ചിട്ടിരിക്കുന്ന ഗസ്റ്റ് ഹൗസിന് പുറകിലെ ഔട്ട് ഹൗസിലേക്കായിരുന്നു. അതൊരു ചുടുകട്ട കൊണ്ട് കെട്ടിയ ഒറ്റനില കെട്ടിടമാണ്. ജിതൻ്റെ കാർ അവിടെ എത്തിയതിന് പിന്നാലെ തന്നെ ലല്ലുവും എത്തിയിരുന്നു. ലല്ലു പുറത്തിറങ്ങി ചുറ്റും ഒന്ന് നോക്കി. ലല്ലു ശ്രദ്ധിച്ചത് ക്യാമറ ഉണ്ടോ എന്നായിരുന്നു. പക്ഷേ ഇല്ലായിരുന്നു. രണ്ടുപേരും യൂണിഫോമിൽ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാസ്ക് കൂടെ വെച്ച് അവർ നടന്നു. ജിതൻ കാർ പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി ചുറ്റും ഒന്ന് നോക്കി. ആൾ താമസമില്ലാത്തതുകൊണ്ട് തന്നെ ചുറ്റും ഒരു വല്ലാത്ത അന്തരീക്ഷമാണ്. അവൻ ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കല്ലുവിനെ കാറിൽ നിന്ന് പുറത്തേക്ക് എടുത്തു നടന്നു.
ലല്ലു, ശ്രാവൺ രണ്ടുപേരും അവരുടെ ഫോണുകൾ സൈലന്റ് ആക്കിയ ശേഷം അവൻ അവളെ എടുത്തു മുന്നോട്ട് നടക്കുന്നത് വീഡിയോ എടുത്തു. ജിതൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയിട്ട് വേഗം ഡോർ ലോക്കാക്കി കളഞ്ഞു. ലല്ലു ഒന്ന് ശ്രാവണിനെ നോക്കി. അതിന്റെ അർത്ഥം മനസ്സിലായതുപോലെ രണ്ടുപേരും ഷൂസ് ഊരി മാറ്റി പതിയെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് അവൻ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും മാറി നിന്നു. അവൻ ആരെയോ ഫോൺ വിളിച്ച് പുറത്തേക്ക് വന്നു. രണ്ടുപേരും അവൻ പറയുന്നത് ശ്രദ്ധിച്ചു. ഇല്ലടോ, എന്നെ വന്ന് കണ്ടിട്ട് ആള് നേരത്തെ പോയി. തന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ സ്റ്റാഫ് റൂമിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി വാങ്ങാം സാർ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. എന്താടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ ഇതുവരെ എത്തിയിട്ടില്ല സാർ. അവളുടെ ഫ്രണ്ട്സ് വെയിറ്റിംഗ് ആണ്. സോറിഡോ, ഞാൻ കൂടുതലൊന്നും സംസാരിക്കാൻ നിന്നില്ല. അപ്പോഴേക്കും എനിക്ക് പോകേണ്ട തിടുക്കമായിരുന്നു. ഞാൻ എയർപോർട്ടിലെത്തിയടോ. ശരി സാർ. ജിതൻ പുച്ഛം നിറഞ്ഞ ചിരിയോടെ ഫോൺ പോക്കറ്റിലിട്ട് ചുറ്റുമൊന്ന് നോക്കി. പിന്നെ കാറിൽ നിന്ന് മീനാക്ഷിയുടെ ഫയലെടുത്ത് ചുരുട്ടി തെങ്ങിൻ ചോട്ടിലേക്കിട്ടു. കല്ലുവിന്റെ ഫോണും ബാഗും എടുത്ത് അകത്തേക്ക് പോയി. ദേവു, കല്ലു അവിടെ നിന്ന് നേരത്തെ ഇറങ്ങിയെന്നാണ് സാർ പറഞ്ഞത്, ദേവ വിളിച്ചു പറഞ്ഞു. പക്ഷേ ഏട്ടാ, ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ബസ്സിലായാലും ഓട്ടോയിലായാലും നടന്നാണെങ്കിൽ പോലും ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞു. എനിക്കെന്തോ പേടി തോന്നുന്നു, ദേവു ടെൻഷനോടെ പറഞ്ഞു. പേടിക്കണ്ട, അവൾ ചിലപ്പോൾ ഏതെങ്കിലും ഫ്രണ്ട്സിനെ കണ്ട് നിന്ന് സംസാരിച്ച് നിന്നതാകും. ഞാൻ അന്വേഷിക്കാം, നിങ്ങൾ ടെൻഷൻ ആകണ്ട, ദേവ അതും പറഞ്ഞ് കോൾ കട്ടാക്കി. കിച്ചു, കല്ല് മിസ്സിംഗ് ആണ്. നീ കോളേജിൽ പോയൊന്ന് തിരക്കണം. പിന്നെ CCTV നോക്കണം. അത് കഴിഞ്ഞ് ഒന്നും നടന്നില്ല എങ്കിൽ പോലീസിൽ അറിയിക്കണം. കാരണം ഇപ്പോൾ ഒരു ഭ്രാന്തൻ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്, പിള്ളേരെ തട്ടിക്കൊണ്ടു പോകും പോലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ, ദേവ ദേഷ്യത്തിൽ പറഞ്ഞ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. ഡാ, നിന്റെ ആരോഗ്യം, അവൻ ദേവയെ നോക്കി പറഞ്ഞു. എനിക്കിപ്പോൾ എൻ്റെ ആരോഗ്യത്തെക്കാൾ വലുത് എൻ്റെ പെങ്ങളാണ്. പറയുന്നതിനൊപ്പം ദേവ തലയിലെയും കയ്യിലെയും കെട്ട് ശ്രദ്ധിക്കാതെ എഴുന്നേറ്റു. പിന്നെ അവനും ഫ്രണ്ട്സും കൂടെ പുറത്തേക്ക് ഇറങ്ങി. കല്ലുവിനെ നോക്കി മാളിൽ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1.5 മണിക്കൂർ കൂടുതലായപ്പോഴാണ് ദേവയെ വിളിച്ചത്. കല്ലുവിൻ്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി ദേവ ആദിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അങ്ങനെയാണ് ദേവയുടെ നമ്പറിലേക്ക് ദേവു വിളിച്ചത്. നമുക്കൊന്ന് കോളേജിൽ പോയി തിരക്കിയാലോ, അജു പറഞ്ഞു. പോകാം, എനിക്കെന്തോ പേടി തോന്നുന്നു. അവളുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, ആദി പറഞ്ഞു. പിന്നെ അവർ മൂന്നും കൂടെ കോളേജിലേക്ക് തിരിച്ചു. സാർ, നമുക്ക് അകത്തേക്ക് പോയാലോ, ശ്രാവൺ ചോദിച്ചു. പോകാം, പക്ഷേ ഒരുമിച്ചല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്ക്. അവിടെ എന്താ നടക്കുന്നതെന്ന് നമുക്ക് കറക്റ്റായി തെളിവ് വേണം, ലല്ലു പതിയെ പറഞ്ഞു. എന്നിട്ട് രണ്ടുപേരും കൂടെ 2 വശത്തായി തിരിഞ്ഞു. ആ ഔട്ട് ഹൗസിലെ ജനാലയും അകത്ത് കടക്കാൻ വേറെ വാതിലുണ്ടോ എന്ന് നോക്കി. അവൻ്റെ ശബ്ദവും ഒപ്പം കല്ലുവിൻ്റെ കരച്ചിലും കേൾക്കുന്ന ഭാഗത്തേക്ക് അവർ വന്നു. രണ്ടുപേരും കിട്ടിയ പഴുതുകളിൽ അവരുടെ ഫോൺ ക്യാമറ ഓണാക്കി വെച്ച് ഗൺ കയ്യിലെടുത്ത് അകത്തേക്ക് പോകാൻ തുടങ്ങി. കല്ലു കണ്ണു തുറക്കുമ്പോൾ തന്നെ എവിടെയോ കിടത്തേക്കുവാണ്. കൈയും കാലും ഒക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. ഹേയ്, ആരുമില്ലേ ഇവിടെ? അവൾ പെട്ടെന്ന് ദേഷ്യത്തിലും സങ്കടത്തിലും പേടിയിലും ഒക്കെ കൂടെ വിളിച്ചു ചോദിച്ചു. കൺമയി. ശബ്ദം കേട്ട് അവൾ നോക്കിയപ്പോൾ ഒരു ഷോർട്സ് മാത്രം ധരിച്ച് അവളുടെ അടുത്തേക്ക് നടന്നു വരുന്ന ജിതിൻ. സാർ, അവളുടെ ശബ്ദം ചിലമ്പിച്ചു പോയി. അതേലോ, സാറാണ്. എന്താ കൺമയി ഇങ്ങനെ നോക്കുന്നേ? എൻ്റെ ഈ സൗന്ദര്യം, ഈ രൂപമൊക്കെ നീ ആദ്യമായല്ലേ കാണുന്നത്? അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. കല്ലുവിന് എന്തു പറയണമെന്ന് പോലും അറിയാതെ അവനെ അമ്പരന്ന് നോക്കി. അവൻ്റെ കയ്യിലിരിക്കുന്ന ബെൽറ്റ് കണ്ടപ്പോൾ അവളുടെ പേടി കൂടി. സാർ എന്താ? എന്നെ അഴിച്ചുവിട്. എന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നേ? അവളുടെ ശബ്ദം അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയിച്ചു. കൺമയ്ക്ക് അറിയണോ ഞാൻ എന്തിനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ന്? ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. കല്ലുവിൻ്റെ ശബ്ദം അവിടെ ഉറക്കെ മുഴങ്ങി കേട്ടു.